Mary heard the angel's voice. A humble heart made God's great choice. Her yes opened heaven's door. The Word made flesh to be our own. അത്യാഗ്രഹികൾ കലഹം ഇളക്കിവിടുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനാണ്. ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിന്മേൽ ശാപമുണ്ടാകും. ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഓടിയൊളിക്കുന്നു. അവർ അധപതിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും. After 144 years, the tallest church in the world has finally been completed. This is the Basilica de la Sagrada Familia, a Roman Catholic basilica in Barcelona, Spain, designed by iconic Catalan architect Antoni Gaudí. It was conceived as a monumental temple dedicated to the Holy Family, Jesus, Mary, and Joseph. Construction began in 1882, and Gaudí took over just 1 year later, dedicating the rest of his life to it. He died in 1926, never seeing it finished, but his vision was so powerful, the world kept building. On February 20th, 2026, the cross atop the Tower of Jesus Christ was installed, completing the external structure of the basilica's central and tallest tower. Standing at 172.5 meters, Sagrada Familia is now officially the tallest church on earth. The cross itself stands nearly 5 meters tall, was built in Germany, and assembled in 7 sections on site. Hidden inside its upper arm, a sculpture of the Lamb of God, fulfilling a detail Gaudí envisioned over a century ago. The external towers are done, but interior works, decorative elements, and sculptures are expected to continue through 2027, 2028, and beyond, with the entire basilica fully complete around 2034. 2026 has been declared Gaudí Year, marking 100 years since his death. A solemn commemorative mass is planned for June 10th, along with the formal inauguration of the Tower of Jesus Christ and a light show on the Nativity facade. As of now, no single official global celebration date has been announced, but the entire year is being treated as one long tribute, over a century in the making. And now, it's finally worth the trip. Comment send, and I'll send you everything you need to book your visit to Sagrada Familia before the whole world shows up. മാർച്ച് 25 വിശുദ്ധ ഡിസ്മിസ് യേശുവിൻ്റെ കാലം. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടി പർദീസയിലായിരിക്കും. യേശു ക്രിസ്തു നേരിട്ട വിശദീകരണം. തിരക്കുള്ള മനുഷ്യരൊക്കെയും തിരക്കൊഴിയുമ്പോൾ ഒരുപക്ഷെ തിരക്കി വന്നേക്കും. പക്ഷേ
തിരക്ക് അഭിനയിക്കുന്നവർ ഒരിക്കലും തിരക്കി വരില്ല. തിരക്കുള്ളവരല്ല, തിരക്ക് അഭിനയിക്കുന്നവരാണ് ചുറ്റിനുമുള്ളവരിൽ ഏറിയ പങ്കും. തിരക്കിലാണ് എന്ന മറുപടി ഒരുതരം ഒളിച്ചോട്ടമാണ്. നമ്മളിൽ നിന്ന് ഒളിച്ചോടാൻ പലരും കണ്ടുവച്ചിരിക്കുന്ന എളുപ്പവഴിയാണത്. തിരക്ക് അഭിനയിക്കുന്ന മനുഷ്യരൊക്കെയും പക്ഷേ ഓർക്കാതെ പോകുന്ന ഒന്നുണ്ട്. കാലം വല്ലാത്ത തിരക്കിലാണ്. അത് അഭിനയിക്കലല്ല, തിരക്കിട്ടുള്ള പാച്ചിലാണ്. വീണുപോയവരെയും തളർന്നുപോയവരെയും തിരിഞ്ഞു നോക്കാതെ തിരക്കിട്ടുള്ള പോക്കാണത്. കൂടെയുള്ള പലരും വീണുപോയെന്ന് തിരിച്ചറിയുമ്പോഴേക്ക് തിരികെ വരാനും കൂട്ടിമുട്ടാനും കഴിയാത്ത വിധത്തിൽ രണ്ട് ധ്രുവങ്ങളിലേക്ക് കാലം നമ്മളെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. കടപ്പാട്. ഇതാണോ നീ പറഞ്ഞ കക്ഷി? ഹലോ, കഥയാവട്ടെ ഇന്ന്. ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ തന്റെ ബിസിനസ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഏതെല്ലാം രൂപത്തിൽ ശ്രമിച്ചിട്ടും രക്ഷപ്പെടാതെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പാർക്കിൽ കിടക്കുകയായിരുന്നു. മാന്യമായ വേഷം ധരിച്ച ഒരാൾ അയാളുടെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിച്ചു, അങ്ങേക്ക് എന്തു പറ്റി? വലിയ വിഷമത്തിലാണല്ലോ. ആ ബിസിനസ്സുകാരൻ തന്റെ പ്രയാസം ഈ അപരിചിതനായ വ്യക്തിയോട് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെക്ക് എടുത്ത് ആ ചെക്കില് ഒപ്പിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കഴിവും ശേഷിയും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഒരു ചെറിയ സപ്പോർട്ട് മാത്രം കിട്ടിയാൽ നിങ്ങൾ ഉയർന്നു പോകും എന്ന് എനിക്കറിയാം. ഇതാ ഞാൻ $1 മില്യൺ ചെക്ക് നിങ്ങൾക്ക് നൽകുകയാണ്. ഒറ്റ ഗ്യാരണ്ടി, അടുത്ത വർഷം ഇതേ സമയം ഇവിടെ വന്ന് മടക്കി നൽകണം. ആ ബിസിനസ്സുകാരൻ അമ്പരന്ന് പോയി. അയാളെ തൊഴുതു. അയാൾ കടന്നുപോയി. ഈ ബിസിനസ്സുകാരൻ ആ ചെക്കിലേക്ക് നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി. ആരായിരുന്നു ആ ചെക്ക് കൊടുത്തതെന്നറിയുമോ? റോക്ക്ഫെല്ലർ, ലോകത്തെ ഏറ്റവും വലിയ ധനികൻ. ആകെ അമ്പരന്ന് പോയ അയാൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തിരികെ ചെന്നു. തിരിച്ചു നടക്കുന്നതിനുള്ള അയാൾ ചിന്തിച്ചു, എനിക്ക് ഇത്രയും തുകയുടെ ആവശ്യമില്ലല്ലോ, ഇതിന് ചെറിയൊരു തുക മാത്രം മതി, പിന്നെ എന്തിനു ഞാൻ ഈ ചെക്ക് മാറണം? അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോയി ചെക്ക് സൂക്ഷിച്ചു വെച്ചു. അദ്ദേഹം ആലോചിച്ചു, എപ്പോ ആവശ്യം വന്നാലും എനിക്ക് ചെക്ക് മാറ്റി ഈ പണം എടുക്കാം. ഇതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? അദ്ദേഹം തന്റെ ആൾക്കാരെ, ബാങ്കുകാരെ പോയി കണ്ടു, കടക്കാരെ പോയി കണ്ട് എല്ലാവരോടും 6 മാസത്തെ സാവകാശം ചോദിച്ചു. തന്റെ ഡിസ്ട്രിബ്യൂട്ടർമാരെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങൾ അഡ്വാൻസ് തുക തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ ഉൽപ്പന്നം തരാം. അവർ പണം കൊടുത്തു. അയാൾ തന്റെ ഫാക്ടറി തുറന്നു. 6 മാസം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് അയാൾക്ക് തന്റെ കടങ്ങളെല്ലാം വീട്ടി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അങ്ങനെ വീണ്ടും 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ $1 മില്യൺ ചെക്കുമായി അയാൾ തിരിച്ച് അതേ സ്ഥലത്ത്, അതേ പാർക്കിൽ, അതേ ബെഞ്ചിൽ പോയിരുന്നു. 5 മണിയായപ്പോൾ കാണാം, അതാ റോക്ക്ഫെല്ലർ നടന്നു വരുന്നു. ഉടൻ ഈ ബിസിനസ്സുകാരൻ എഴുന്നേറ്റ് റോക്ക്ഫെല്ലറെ തൊഴുതു. പെട്ടെന്ന് ഓടി വന്ന 2 സെക്യൂരിറ്റി ജീവനക്കാർ ആ മനുഷ്യനെ പിടിച്ചു പോകുന്നത് കണ്ടു. അപ്പോൾ ബിസിനസ്സുകാരൻ അവരെ തടഞ്ഞു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ സെക്യൂരിറ്റിയിൽ ഒരുവൻ പറഞ്ഞു, ക്ഷമിക്കണം സാർ, ഇദ്ദേഹം ഞങ്ങളുടെ മാനസിക രോഗ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ആളാണ്. അദ്ദേഹം കണ്ണു വെട്ടിച്ച് ചിലപ്പോൾ പുറത്തു കിടക്കും. പുറത്തു കിടന്നാൽ ആരെ കണ്ടാലും അദ്ദേഹം പറയും ഞാൻ റോക്ക്ഫെല്ലർ ആണെന്ന്. എന്ന് മാത്രമല്ല, എല്ലാവർക്കും അദ്ദേഹം റോക്ക്ഫെല്ലറിന്റെ പേരെഴുതി ചെക്ക് ഒപ്പിട്ട് കൊടുക്കും. അങ്ങേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ബിസിനസ്സുകാരൻ പറഞ്ഞു, ഇല്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആ ഒരു ചെക്ക് ബിസിനസ്സുകാരന് തിരിച്ചു നൽകിയത് എന്തായിരുന്നു? അവന്റെ ആത്മവിശ്വാസമായിരുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങൾക്ക് ഒന്ന് മാത്രമേ നഷ്ടമായിട്ടുള്ളൂ, ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാനാവാത്തത് എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന പോസിറ്റീവായ കഥകൾ ജീവിതം ഒരു നിമിഷം സ്നേഹിക്കാൻ മറക്കരുത്. ഒരിക്കൽ അയാൾ തൻ്റെ ഭാര്യയുമായി വഴക്കിട്ട് പിറുപിറുത്തുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ അയാൾ ചിന്തിച്ചു, ഈ വഴക്കാളിയായ സ്ത്രീയോട്
ഞാൻ ഇനി സംസാരിക്കില്ല. അവൾ ആരാണെന്നാണ് അവളുടെ വിചാരം? എപ്പോഴും തർക്കങ്ങൾ മാത്രം എന്ന് ഒന്ന് സമാധാനമായി ജീവിക്കാൻ പോലും സമ്മതിക്കില്ല. അടുത്തുള്ള ഒരു ചായക്കടയിൽ എത്തിയ അയാൾ ഒരു ചായ ഓർഡർ ചെയ്ത് അവിടെയുള്ള ഒരു സ്റ്റൂളിൽ ഇരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഈ കൊടും തണുപ്പത്ത് പുറത്തിരുന്ന് ചായ കുടിക്കുകയാണോ? തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ പിന്നിലെ സ്റ്റൂളിൽ ഒരു വൃദ്ധൻ ഇരിക്കുന്നത് അയാൾ കണ്ടു. അയാൾ മറുപടി പറഞ്ഞു, അല്ല ബാബ, ഈ പ്രായത്തിൽ നിങ്ങളും ഈ തണുപ്പത്ത് പുറത്താണല്ലോ. വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തനിച്ചാണ് മകനെ. എനിക്ക് കുടുംബമില്ല, കൂട്ടിന് ആരുമില്ല. പക്ഷേ നിന്നെ കണ്ടാൽ ഒരു വിവാഹിതനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അയാൾ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ബാബ. എപ്പോഴും പരാതികളും വഴക്കും മാത്രം. പുറത്തിറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അവൾ ജീവിതം നരകതുല്യമാക്കി മാറ്റി. വൃദ്ധൻ മൃദുവായ സ്വരത്തിൽ പറഞ്ഞു, അവൾ നിന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്നോ? മകനെ, നിന്റെ ഭാര്യയാണ് നിന്റെ ജീവിതം. എൻ്റെ ഭാര്യ മരിച്ചിട്ടിപ്പോൾ 8 വർഷമായി. അവൾ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും അവളെ വിലമതിച്ചിരുന്നില്ല. ഇന്ന് അവൾ പോയപ്പോൾ എനിക്ക് അവളെ മറക്കാനും കഴിയുന്നില്ല. ആ വീടിപ്പോൾ എനിക്കൊരു ജയിൽ പോലെയാണ്. മക്കൾ അവരുടെ തിരക്കുകളിലാണ്. എനിക്ക് വലിയ വീടുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവളില്ലാതെ ഒന്നിലും സന്തോഷമില്ല. സമാധാനമില്ലാതെ ഞാൻ ഇവിടെയും അവിടെയും അലയുന്നു. അവൾ പോയതിന് ശേഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അവളായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ മാത്രമല്ല ആ വീടിൻ്റെയും ജീവതാളം. ഇന്ന് എല്ലാ ജീവനറ്റതുപോലെ തോന്നുന്നു. പക്ഷേ നിനക്ക് ഇനിയും സമയമുണ്ട് മകനെ. പോകൂ, സ്നേഹത്തോടെ ജീവിക്കൂ. അല്ലെങ്കിൽ പിന്നീട് എന്നെപ്പോലെ നീയും ഖേദിക്കേണ്ടി വരും. വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അതിൽ ആഴത്തിലുള്ള വേദനയുണ്ടായിരുന്നു. അയാൾ ചായയുടെ പണം നൽകി വൃദ്ധനെ ഒന്നുകൂടി നോക്കി. ഒരു നിമിഷം പോലും കളയാതെ അയാൾ തൻ്റെ വീടിന് നേരെ നടന്നു. ദൂരത്തു നിന്ന് തന്നെ അയാൾ കണ്ടു തൻ്റെ ഭാര്യ വാതിൽക്കൽ നിൽക്കുന്നു. അവിടെ കണ്ണുകളിൽ ആശങ്കയും കണ്ണുനീരും ഉണ്ടായിരുന്നു. അവൾ അയാളെ കാത്തു നിൽക്കുകയായിരുന്നു. നിങ്ങൾ എവിടെ പോയതായിരുന്നു? ഒരു ജാക്കറ്റ് പോലും ഇട്ടില്ലല്ലോ. തണുപ്പടിക്കില്ലേ? അയാൾ പതുക്കെ മറുപടി നൽകി. നീയും സ്വെറ്റർ ഇടാതെയാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ആ നിമിഷം വാക്കുകളില്ലാതെ തങ്ങൾക്കിടയിലുള്ള സ്നേഹം അവർ തിരിച്ചറിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇത്തരം തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഭാര്യയോട് മാത്രമല്ല, മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും എല്ലാം നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്. അത് അവരെയും നമ്മളെയും ഒരുപോലെ വേദനിപ്പിക്കുന്നു. ജീവിതം വളരെ ചെറുതാണ്. ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കേണ്ടി വരും, ചിലപ്പോൾ ക്ഷമ ചോദിക്കേണ്ടി വരും. എന്നിട്ട് പുഞ്ചിരിയോടെ മുന്നോട്ട് പോകണം. കാരണം ജീവിതയാത്രയിൽ ചില നിമിഷങ്ങൾ കടന്നുപോയാൽ അവ ഒരിക്കലും തിരികെ വരില്ല. കടപ്പാട്. ജെറി പൂവക്കാല. നിങ്ങൾ ശരിയാണെന്ന് കാണിക്കാൻ എവിടേക്കും ഓടിപ്പോകേണ്ടതില്ല. ഒന്നും തെളിയിച്ചു കൊടുക്കേണ്ടതുമില്ല. എന്തിനെങ്കിലും പോയാൽ അതിനും സംശയം പ്രകടിപ്പിക്കും. താഴാനും നിരപരാധിത്വം തെളിയിക്കുവാനും നിങ്ങളൊരു കുറ്റവാളിയും അല്ല. ആത്മാഭിമാനത്തോടെ ജീവിക്കുക. അതിന് മായം കലർത്താതിരിക്കുക. നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മുടെ കൂടെയുള്ളവർക്കും വലിയ സങ്കടമാകുമെന്ന് വലിയൊരു തെറ്റിദ്ധാരണ മനുഷ്യർക്കെല്ലാം. ചിലരൊക്കെ പലരോടും സങ്കടം പറയാൻ മടിക്കുന്നത് അവരെയും കൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്ന ശുദ്ധമായ ഒരു ചിന്ത കൊണ്ട്. പക്ഷേ
അനുഭവമുള്ളവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. അവർ പറയും അതൊരു തെറ്റിദ്ധാരണയാണ്. അപൂർവമായി ചില മനുഷ്യർ നമ്മുടെ സങ്കടങ്ങളെ അവരുടെ സങ്കടങ്ങളാക്കി മാറ്റി നെഞ്ചേറ്റിയെന്ന് വരും. പക്ഷേ ഭൂരിപക്ഷം മനുഷ്യരും ഉള്ളിൽ ചിരിക്കുന്നവരാണ്. അവരൊക്കെയും ചികഞ്ഞ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ സങ്കടം കേട്ട് പരിഹാരം പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ആ സങ്കടത്തിൽ പങ്കുചേർന്ന് അതിൻ്റെ ഭാരം കുറയ്ക്കാനോ അല്ല. അടുത്തയാളോട് പറഞ്ഞു ചിരിക്കാൻ അവർക്കൊരു പുതിയ കഥ കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ സങ്കടങ്ങൾ വേദനകളാകുന്നത് നമുക്ക് മാത്രമാണ്. നമ്മളിനി എത്രയൊക്കെ വർണ്ണിച്ചാൽ രണ്ടാമതൊരാൾക്ക് അതൊക്കെ ഒരു കഥ മാത്രമാണ്. ഒന്നുകിൽ അവർക്ക് സ്വയം ആസ്വദിക്കാനുള്ള ഒരു കഥ, വേറെ ചിലർക്ക് അടുത്തയാളോട് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കഥ. കണ്ണിൽ കണ്ടവരോടൊക്കെ കണ്ണീരൊഴുക്കി കഥനം പറയുമ്പോൾ ഒന്നോർത്തോളൂ, അവർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള പുതിയൊരു കഥയിലെ കഥാപാത്രമാവുകയാണ് പലപ്പോഴും നമ്മൾ. പറയാതെ അറിഞ്ഞ് ചേർത്തു നിർത്തി ആശ്വസിപ്പിക്കുന്ന ഒരു മനുഷ്യൻ കൂടെയുണ്ടെങ്കിൽ ആ മനുഷ്യനോട് മാത്രം നമ്മുടെ സങ്കടങ്ങൾ പറയും. അയാളെ മാത്രം വിശ്വസിക്കുക. പറഞ്ഞു ചിരിക്കാനുള്ള കഥയൊരുക്കി നൽകി അതിലെ കഥാപാത്രമാവരുത്. നമ്മൾ അനുഭവിച്ചതൊക്കെയും നമുക്ക് ജീവിതവും മറ്റൊരാൾക്ക് കഥയുമാണ്. ഒരിക്കൽ ഒരാൾ നല്ല ഒരു കഴുതയെ വാങ്ങി. അയാൾ അതിനെ വീട്ടിലെത്തിച്ചതിന് ശേഷം അതിനെ കുളിപ്പിക്കുകയും പരിപാലിക്കുകയും അതിനോട് സ്നേഹം കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ അയാൾക്ക് ഒരു വിചിത്രമായ ചിന്തയുണ്ടായി. അയാൾ തന്റെ കഴുതയെ ചുമലിലേറ്റി പടികൾ കയറി തന്റെ വീടിന്റെ മേൽക്കൂരയിൽ എത്തിച്ചു. ആദ്യം കഴുതയ്ക്ക് ആ ഉയർന്ന സ്ഥാനത്തെത്തിയതിൽ വലിയ സന്തോഷമുണ്ടായി. പക്ഷേ സമയം കടന്നു പോയപ്പോൾ താൻ എത്ര ഉയരത്തിലെത്തിയെന്നും താൻ ഇപ്പോഴും ഒരു കഴുത മാത്രമാണെന്നുമുള്ള തിരിച്ചറിവ് അതിനുണ്ടായി. അങ്ങനെ ഭയപ്പെട്ട കഴുത ആ മേൽക്കൂര മുഴുവൻ ഓടി നടക്കാൻ തുടങ്ങി. പക്ഷെ പുറത്തേക്കുള്ള വഴി അതിന് കണ്ടെത്താനായില്ല. ഒടുവിൽ ആ കഴുത തന്റെ കാലുകളാൽ മേൽക്കൂരയിലെ ഇഷ്ടികയും മണ്ണുമൊക്കെ ചവിട്ടി മെതിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കഴുതയുടെ ശക്തമായ തള്ളലുകളും ചവിട്ടലുകളുമൊക്കെ ഏറ്റ് മേൽക്കൂരയിൽ വലിയ വിള്ളലുകൾ ഉണ്ടായി. ഒടുവിൽ ഒരു നാൾ കഴുത നിലം പതിച്ചു. അതിന്റെ 4 കാലുകളും ഒടിഞ്ഞു. അതിനു മുകളിലേക്ക് മേൽക്കൂരയും ഇടിഞ്ഞു വീണു. അയൽക്കാരെല്ലാം സഹതപിക്കാനായി എത്തിയപ്പോൾ ആ മനുഷ്യൻ അവരോട് പറഞ്ഞു, ഇതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. ഒരു കഴുതയെ ഉയർന്ന സ്ഥാനത്തേക്ക് കയറ്റിവിടരുത്. അത് തന്നെയും ആ സ്ഥാനത്തെയും നശിപ്പിക്കും. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ തങ്ങളുടെ യഥാർത്ഥ കഴിവിനും മൂല്യത്തിനും അപ്പുറത്തേക്ക് ചിലർക്കൊക്കെ സ്ഥാനമാനങ്ങൾ ലഭിക്കാറുണ്ട്. അപ്പോൾ അവരും തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ച് ആ സ്ഥാനത്തിന്റെയും തങ്ങളുടെ തന്നെയും വില നശിപ്പിക്കും. അതിനാൽ ഓരോരുത്തർക്കും അവരവരുടെ ഒരിക്കൽ ഒരാൾ നല്ല ഒരു കഴുതയെ വാങ്ങി. അയാൾ അതിന് ഒറ്റയ്ക്കാകാൻ ഒറ്റപ്പെടണമെന്നില്ല. ഒത്തിരി പേർക്കിടയിലും ചില നേരങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. കേൾക്കാനും താങ്ങി നിർത്താനും ആളുള്ളവർക്കല്ലേ പറയാനും കേൾക്കാനും ഒക്കെ സങ്കടങ്ങളുണ്ടാവും. അല്ലാത്തവർക്ക് എന്ത് സന്തോഷവും സങ്കടവും. സന്തോഷങ്ങൾ പങ്കുവെക്കാൻ, സങ്കടങ്ങൾ മടുപ്പില്ലാതെ കേൾക്കാൻ, ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴികളിൽ കലർപ്പില്ലാതെ ചേർത്ത് പിടിക്കാൻ കൂട്ടായി ഒരാളില്ലെങ്കിൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ നാം തീർത്തും അനാഥരാണ്. ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ തന്നെ ഇരിക്കട്ടെ. വേദനിപ്പിക്കുന്ന ഉത്തരങ്ങൾ തേടിപ്പോകേണ്ടതില്ല. അവ സമ്മാനിച്ച മനുഷ്യരെ. വീണ കുഴികൾ വീണത് തന്നെയാണ്. അവിടെ നിന്നും കയറിപ്പോരാൻ വീഴ്ത്തിയവരുടെ കൈ പിടിക്കാതിരിക്കുക. ഒറ്റയ്ക്കാകാൻ ഒരു പ്രശസ്ത സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജർ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് മീറ്റിങ്ങിൽ നിലവാരം കുറഞ്ഞൊരു തമാശ പറഞ്ഞു. മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എന്നാൽ ഒരാൾ മാത്രം ചിരിക്കാതെ ഇരുന്നു. അത് കണ്ട് അയാളുടെ തൊട്ടടുത്തിരുന്നയാൾ, നീ എന്താ ചിരിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, അതിൽ ചിരിക്കാൻ മാത്രം എന്ത് നർമ്മമാണുള്ളത്? ഞാൻ ഈ സ്ഥാപനത്തിലെ ജോലി രാജിവെച്ചാലോ എന്നാണ് ചിന്തിക്കുന്നത്. ജനറൽ മാനേജരെ പ്രീതിപ്പെടുത്താൻ ഇല്ലാത്ത ചിരി ഇനി ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. ഇതുപോലെയാണ്
ഇതുപോലെയാണ് നമ്മൾ കാണുന്ന പല പ്രതിച്ഛായകളും. അധികാരത്തിലിരിക്കുന്നവരോട് പലരും കാണിക്കുന്ന ബഹുമാനങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടാവണം എന്നില്ല. അരികിൽ നിൽക്കുന്ന സമയത്ത് ബഹുമാനം കാണിക്കുന്നവർ തന്നെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പരദൂഷണം പറയാനും തുടങ്ങും. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിച്ഛായകൾ സൃഷ്ടിക്കപ്പെടുന്നത് മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയും വാക്കുകളിലൂടെയുമാണ്. നമ്മൾ ആരും നമ്മുടെ യഥാർത്ഥ മുഖം നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ നമ്മുടെ പ്രതിബിംബത്തിലൂടെ മാത്രമേ നമ്മുടെ മുഖം കണ്ടിട്ടുള്ളൂ. നമ്മൾ നമ്മളെ കാണുന്ന കണ്ണാടി പൊടി പിടിച്ചതോ പൊട്ടിയതോ ആയ കണ്ണാടിയാണെങ്കിൽ നമ്മുടെ പ്രതിച്ഛായയും നിറം മങ്ങിയതോ ചിതറിയതോ ആയിരിക്കും. അതുപോലെ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയും വാക്കുകളിലൂടെയും നമ്മൾ നമ്മളെ വിലയിരുത്തുന്നത് 100% ശരിയാവണമെന്നില്ല. മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മളെ കാണാതെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതിച്ഛായ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തി നമ്മൾ തന്നെയാണ്. എന്നാൽ ഈ ഒരു തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. മറ്റൊരാൾ നമ്മളെ വല്ലാതെ പുകഴ്ത്തുന്ന സമയത്ത് അതിൽ നമ്മൾ അമിതമായി ആഹ്ലാദിക്കുന്നതിലും നമ്മെപ്പറ്റി ഒരാൾ അപവാദം പറഞ്ഞെന്ന് കേൾക്കുന്ന സമയത്ത് അതിൽ അതിയായി ദുഃഖിക്കുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ഓരോ ഗ്രീഷ്മരാത്രിയിൽ പുലർക്കാല സ്വപ്നമായി മാലാഖചാരി അണഞ്ഞ നേരം മറുവാക്കു ചൊല്ലിടാതെ നൽകി നീ നിൻ യൗവനം. എല്ലാവർക്കും മംഗളവാർത്ത തിരുനാൾ ആശംസകൾ. പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.